ഓം ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്തേ സ്തുഭ്യം നമോ നമാം. നീരാഞ്ജന സമാനാഭം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം ശനീശ്വരം നമാമ്യഹം. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജ്യോതിഷ പങ്ക്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മഹാശനിമാറ്റത്തെക്കുറിച്ചാണ്. 2025 മാർച്ച് മാസം 29-ാം തീയതിയാണ് ശനിഗ്രഹം കുംഭം രാശിയിൽ നിന്ന് തൻ്റെ ബന്ധുക്ഷേത്രം കൂടിയായ മീനം രാശിയിലേക്ക് മാറുന്നു. മഹാശനിമാറ്റം എന്ന് പറയുന്നത് ശനി എല്ലാ ഗ്രഹങ്ങളും മാറുന്നത് പോലെയല്ല. 2.5 വർഷത്തേനാണ് ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ 2.5 വർഷം ശനിയുടെ പിടിയിൽ നിന്നുകൊണ്ട് വളരെയധികം കഷ്ടതകളും നഷ്ടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച ധാരാളം ജനങ്ങൾ ഉണ്ട്. ദൈവാധീനവും അതുപോലെ തന്നെ ജാതകാലും കൂടുതൽ ഭാഗ്യാവസ്ഥകൾ ഉള്ളവർ മാത്രം ഒരു പരിധിവരെ രക്ഷപ്പെട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഈ പറയുന്നത് ഗോചരഫലങ്ങളാണ്. പൂർണ്ണമായ വിവരങ്ങൾ അറിയുവാൻ അവരവരുടെ ജാതകം കൂടി പരിശോധിക്കണം. ജനി ശനി ഇഷ്ടഭാവങ്ങളിൽ ഭാഗ്യസ്ഥാനങ്ങളിൽ ബന്ധുക്ഷേത്രത്തിലോ മിത്രക്ഷേത്രത്തിലോ ഒക്കെ നിൽക്കുകയും അനുകൂലമായിട്ടുള്ള ജാതകമാണെങ്കിൽ അധികം ദോഷം വരണമെന്നില്ല. എന്നാൽ അങ്ങനെയല്ലല്ലോ എല്ലാവർക്കും. ശനി അനിഷ്ടത്തിൽ നിൽക്കുക, ശത്രുക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ ശനിയുടെ ദശാകാലവും അപകാരവും ഒക്കെ നടക്കുന്നവർ അത് കൂടുതൽ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ശനി വന്നാൽ ബാധിക്കുക അസുഖങ്ങളാണ്. ആ അസുഖങ്ങൾ ബാധിച്ചു കഴിയുമ്പം തന്നെ എല്ലാ കാര്യത്തിലും പൊതുവെ മന്ദതയായല്ലോ. ശനിയെ മന്ദൻ എന്ന ഒരു പേരും കൂടിയുണ്ട്. സാവധാനത്തിൽ എല്ലാം സാവധാനത്തിൽ പിന്നെയാകട്ടെ പയ്യെ മതി എന്ന് പറയുന്ന ഒരു രീതിയാണ് കാണുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് ശനിയുടെ മാറ്റം കൊണ്ട് രക്ഷപ്പെടുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്, രാശിക്കാർ ഏതൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. പ്രധാനമായിട്ട് ഇടവം രാശിക്കാരും അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരും വൃശ്ചികം രാശിക്കാരും മകരം രാശിക്കാരുമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശനി മാറ്റം കൊണ്ടുള്ള ആനുകൂല്യം പറ്റുന്നത്. ഇടവം രാശിക്കാരായ കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഇടവം രാശി. ഞാൻ ഈ പറയുന്ന രാശിക്കാരാണ് ഏറ്റവും കൂടുതൽ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ അനുഭവിക്കുന്നത്. മറ്റുള്ള ചില നക്ഷത്രങ്ങളുണ്ട്, അത് ഞാൻ പിന്നെ ഒരു വീഡിയോ തുടർന്ന് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യപരമായിട്ടും ധനപരമായിട്ടും അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടു പോവുക. തൊഴിൽ സ്ഥാനത്താണ് നല്ല ഒന്നാന്തരം ജോലിയായിരുന്നു, നല്ല ശമ്പളം കിട്ടുമായിരുന്നു, പെട്ടെന്ന് ഒരു ദേഷ്യത്തിന് രാജിവെച്ചു, അല്ലെങ്കിൽ പറഞ്ഞു വിട്ടു, കമ്പനി നിന്നുപോയി. അങ്ങനെയൊക്കെ നിരവധി അനവധി ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ഈ ഇടവം രാശിക്കാർ. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും അത് അവരവരുടെ പ്രാർത്ഥിക്കുവാനുള്ള വിഷയവും കൂടി ചേർത്ത് കമൻറ്റ് ചെയ്താൽ ഞാൻ അത് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതുമാണ്. ഗ്രഹനില നോക്കുന്നതിന്, അതായത് വിവാഹ തടസ്സമായാലും ജോലി തടസ്സമായാലും സാമ്പത്തിക വിഷയങ്ങളായാലും ആരോഗ്യ പ്രശ്നങ്ങളായാലും ജ്യോതിഷപരമായിട്ട് നോക്കി നമുക്ക് പരിഹാരം നിശ്ചയിക്കുന്നതാണ്. ഇടവം രാശിക്കാർക്ക് ആരോഗ്യപരമായിട്ട് പല വിധത്തിൽ കഫസംബന്ധമായും വാദസംബന്ധമായൊക്കെ അസുഖങ്ങൾ ഉണ്ടായിരിക്കുന്നവർക്ക് അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുവാൻ പോകുന്നു. തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് അതിലും നല്ല ഒരു തൊഴിൽ ലഭിക്കും. അതായത് ശനി ഈ പറയുന്ന 2025 മാർച്ച് മാസം 29-ാം തീയതിയാണ് മാറുന്നത് എങ്കിലും പെട്ടെന്ന് ഒരു ദിവസം അങ്ങ്
അനുഗ്രഹിച്ചു തരികയല്ല ചെയ്യുന്നത്. അതിനു മുൻപ് തന്നെ ഈ സെപ്റ്റംബർ മാസം മുതൽ തന്നെ അനുഗ്രഹങ്ങൾ കണ്ടു തുടങ്ങും. അത് തുടർന്നുള്ള ഒക്ടോബറിലും നവംബറിലും ഒക്കെ കൂടുതൽ ഡിസംബറിലും ഒക്കെ ഓരോ മാസങ്ങളിലും ഇവർക്ക് അനുഗ്രഹം ചൊരിയും. അതായത് ശനി ഈ രാശി വിടുന്നതിന് മുമ്പ് തന്നെ കണ്ടകശനി ഇത്രയും ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചവർക്ക് ശനിദേവൻ ഒരു അനുഗ്രഹ വർഷം തരും. അത് ഒരിക്കലും പിന്നെ നഷ്ടപ്പെടുകയില്ല. ശനിദേവൻ അങ്ങനെയാണ്, തന്നാൽ തന്നതാണ്. അത് വേറൊരാൾക്ക് തട്ടിയെടുക്കുവാനോ വഞ്ചിച്ചെടുക്കുവാനോ പറ്റിച്ചെടുക്കുവാനോ ഒരു നക്ഷത്രക്കാർക്കും നഷ്ടപ്പെടുകയില്ല. അതാണ് ഈ കണ്ടകശനിയും ഏഴരശനിയും ഒക്കെ തീരുന്ന സമയത്ത് കിട്ടുന്ന ഭാഗ്യാവസ്ഥകൾ കൊണ്ട് ആ കുടുംബങ്ങൾ തലമുറകളോളം വരെ നല്ല ദീർഘകാലം സമ്പൽ സമൃദ്ധിയും സുഖലോലുപതയിലും ഐശ്വര്യത്തോടും കൂടി ജീവിക്കും. അത് അങ്ങനെയുള്ള ഒരു അവസരമാണ് ഈ ഇടവം രാശിക്കാർക്ക് വന്നു ചേരുന്നത്. ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർക്കെല്ലാം അങ്ങനെയുള്ള അവസരമാണ് വന്നു ചേരുക. അത് വളരെയധികം ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുക. ഈ വീഡിയോ മൊത്തം കാണണം, എങ്കിലേ നിങ്ങൾക്ക് അതിൻ്റെതായ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഞാൻ ഈ വീഡിയോ തീരുന്ന വരെ പറയുന്ന കാര്യങ്ങളെല്ലാം ഓരോ നക്ഷത്രക്കാർക്കും ബാധകമാണ്. മറ്റൊരു രാശിക്കാരാണ് കർക്കിടകം രാശിക്കാരായ പുണരത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് അഷ്ടമശനി സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാലമാണ്. അവർക്കും വളരെയധികം മാനസികമായ പിരിമുറുക്കങ്ങൾ, ടെൻഷനുകൾ, പണമൊക്കെ ഉള്ളവരാണെങ്കിലും ജോലിയൊക്കെ ഉണ്ടായി കിട്ടി, പക്ഷേ ഭയങ്കരമായ ടെൻഷൻ, മാനസിക സമ്മർദ്ദങ്ങൾ ഒക്കെ ഉള്ളവർക്ക്, രോഗങ്ങളുള്ളവർക്ക് ഈ ശനിമാറ്റം അനുഗ്രഹം തരുന്ന ഒരു ഇതായിട്ടാണ് കണ്ടുവരുന്നത്. മറ്റൊരു രാശിക്കാരാണ് ചിങ്ങം രാശിക്കാർ. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരാകട്ടെ കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരുന്നവരാണ്. വളരെയധികം ദുഃഖം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. ഏറ്റവും കൂടുതൽ കുടുംബത്ത് തന്നെ പല പ്രശ്നങ്ങളുണ്ടാകുക. കുടുംബം എന്ന് പറയുമ്പോൾ വിവാഹം കഴിച്ച് ദമ്പതികളായിട്ടുള്ള ജീവിക്കുന്നവർ, കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ നല്ല വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് നല്ല ജോലിയൊക്കെ കിട്ടി നല്ല വീടുമൊക്കെ പണിത്, അല്ലെങ്കിൽ ഉള്ള കുടുംബത്ത് ഒരു വിവാഹം കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞപ്പോഴായിരിക്കും ഈ കണ്ടകശനി ആരംഭിക്കുക. അപ്പോൾ അന്ന് മുതൽ തുടങ്ങി അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും, അതുപോലെ തന്നെ നിയമജ്ഞന്മാരുമായിട്ടും നിയമപാലകന്മാരുമായിട്ട് ബന്ധപ്പെടുന്നതിനും ആശുപത്രി കയറി നശിക്കുന്നതിനും ഒക്കെ, കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുക, വീട്ടിൽ നിന്ന് പിണങ്ങി മാറി വാടകയ്ക്ക് മാറി, അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ജോലിക്കായിട്ടാണെന്നും പറഞ്ഞു പോയും ഒക്കെ പല രീതിയിൽ ദുഃഖ ദുരിതങ്ങൾ നഷ്ടപ്പെട്ട് ധനമൊക്കെ നഷ്ടപ്പെട്ട് കിടക്കുന്ന ഈ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂര ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പെട്ടെന്ന് ഒരു ശനീശ്വരൻ്റെ അനുഗ്രഹത്താൽ, ദൈവാധീനം ഓൾറെഡി അനുഗ്രഹമുള്ളവരാണ് ഈ ചിങ്ങൻ രാശിക്കാർ. എങ്കിലും ശനിയുടെ വിടുതൽ വരുന്ന ഈ സന്ദർഭത്തിൽ ശനിദേവൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അവർക്കും കൂടുതൽ അഭിവൃദ്ധികളും ഒക്കെ ഉണ്ടാകും. സന്താനങ്ങൾ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു സന്താന ഭാഗ്യം ഉണ്ടാകുക, അതുപോലെ തന്നെ സന്താനങ്ങളുമായിട്ട് കഷ്ടപ്പെട്ടൊക്കെ വളർത്തിയ മക്കൾ അഭിപ്രായ വ്യത്യാസമുണ്ടായി അകന്നു കഴിയുന്നവർ അടുത്ത് വരുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം ലഭിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് കേസോ കോടതി മുഖാന്തരം പോലീസ് സ്റ്റേഷൻ മുഖാന്തരമോ കേസും അതല്ലാതെയും അകന്നു കഴിയുന്നവർക്ക് ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുക, സന്തോഷത്തോടുകൂടി ക്ഷമയോടുകൂടി ജീവിക്കുവാനായിട്ട്, സാമ്പത്തിക അഭിവൃദ്ധി വരുവാൻ, ഉത്തമ കുടുംബം ഒരു വീട് വന്നു ചേരുവാൻ, ഒരു വാഹനം വന്നു ചേരുവാനൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെ യോഗവും ഭാഗ്യവും ദൈവാധീനവും ഒക്കെ വന്നിരിക്കുന്നു. തരുന്നത് നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിക്കുവാൻ ശനീശ്വരനെ പ്രാർത്ഥിക്കുക. ശനീശ്വരൻ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. മറ്റൊരു രാശിക്കാരാണ് വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കുടുംബം, അതായത് 4-ാമിടത്താണ്, സുഖസ്ഥാനത്താണ് കണ്ടകശനി അനുഭവിച്ചുകൊണ്ടിരുന്നത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വളരെയധികം അപമാനങ്ങൾ വരിക, അവിഖ്യാതികൾ കേൾക്കുക, കള്ളനാണെന്ന് കേൾക്കുക, അല്ലെങ്കിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എതിർലിംഗക്കാരുമായിട്ടൊക്കെ ഒന്ന് മിണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അത് കിംവദന്തിയായിട്ട് ശത്രുക്കളുടെ കയ്യിൽ കിട്ടി അത് പറഞ്ഞ് പരത്തി
സ്വസ്ഥതയും സൗകര്യവും എല്ലാം നഷ്ടപ്പെട്ട് കുടുംബം താറുമാറായി കിടക്കുന്നവർ, അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ട് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവർ അതിൽ നിന്നെല്ലാം മുക്തി നേടുവാൻ പോകും. ഉത്തമ വാഹനം വന്നു ചേരും. ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ അതുപോലെ തന്നെ പുതിയ ഗൃഹം വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ദീർഘകാലമായിട്ട് സാധിക്കാത്തവർക്ക് ഒരു ഗൃഹം വന്നു ചേരുവാൻ യോഗമുണ്ട്. പരീക്ഷകളിലൊക്കെ പാസ്സാകാതെ തോറ്റു കിടക്കുന്നവർ, ചില IELTS MOH പോലെയുള്ള പരീക്ഷകളൊക്കെ പാസ്സാകാതെ കിടക്കുന്നവർ, അത് വിദേശത്ത് പോകുവാൻ യുവതി യുവാക്കൾക്കൊക്കെ ആ പരീക്ഷകൾ എഴുതി പാസ്സാകുവാനുള്ള യോഗമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽ രംഗത്തും ഒരു വിജയം വന്നു ചേരും. 4-ാമിടത്ത് നിൽക്കുന്ന ആ ശനി പൂർണ്ണദൃഷ്ടി തൊഴിൽ ഭാവത്തിലേക്ക് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർ ധാരാളമുണ്ട്. അവർക്കൊക്കെ തൊഴിൽ ലഭിക്കുന്നതിനും പഠിച്ച വിദ്യയ്ക്കനുസരിച്ച് പുതിയ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുത്ത് തൊഴിൽ ലഭിക്കുന്നതിന് യോഗമുണ്ട്. അതുപോലെ തന്നെ നല്ല സുഹൃത്തുക്കളെ ലഭിക്കും. മാതാപിതാക്കൾക്ക് അധിക കഷ്ടതയുള്ളവരുണ്ട്. ഈ നക്ഷത്രക്കാരുടെ മാതാപിതാക്കൾക്ക് ആ മാതാപിതാക്കളുടെ ആ കഷ്ടതകളൊക്കെ മാറി ഐശ്വര്യപൂർണമായിട്ട് എല്ലാവരോടും ഒന്നിച്ച് ഒരു കുടുംബത്ത് സന്തോഷകരമായിട്ട് പരസ്പരം ദുഃഖങ്ങളൊക്കെ പങ്കുവച്ചും സഹായിച്ചും ഒക്കെ ജീവിക്കുവാൻ ശനീശ്വരൻ അനുഗ്രഹിക്കും. മറ്റൊരു രാശിക്കാരാണ് മകരം രാശിക്കാർ. മകരം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇനി പറയാനൊന്നുമില്ല എന്ന് പറയും. എന്ത് ചോദിച്ചാലും അനുഭവിച്ച് തീർന്നു. അതുപോലെ 7.5 കൊല്ലമായിട്ട് അനുഭവിക്കുന്നതാണ്. ഇപ്പം 7 കൊല്ലം കഴിഞ്ഞു. ഇനി ഏതാണ്ട് മാസങ്ങളല്ലേ ഉള്ളൂ, മാർച്ച് 29 വരെ എന്ന് പറയുമ്പോൾ. അത്രയും കാലം കൊണ്ട് ഇനി അനുഭവിക്കുവാനൊന്നുമില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, സന്താനങ്ങളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ജീവിത പങ്കാളിയുടെ ഭാഗത്തു നിന്നും ഉള്ള പ്രശ്നങ്ങൾ, പ്രായമായ മക്കളെ ഉപേക്ഷിച്ച് പോവുക, ഏതെങ്കിലും തരത്തിലൊക്കെ മാനസികമായിട്ട് വിഷമിപ്പിക്കുക, വിവാഹം കഴിച്ച വിട്ട മക്കളെ കൊണ്ട് ദുരിതങ്ങൾ, വാഹനങ്ങൾ മൂലം ദുഃഖങ്ങൾ, കടമെടുത്താണെങ്കിൽ ഒരു വീട് പണിതവർ അതെല്ലാം വിറ്റും പോയി, ഭൂമിയും പോയി, വീടും പോയി, അങ്ങനെ ജോലിയില്ലാതെ 7.5 കൊല്ലം, അത് 7.5 ശനി 7.5 കൊല്ലമാണ്. അങ്ങനെ ദീർഘകാലമായിട്ട് ദുഃഖങ്ങൾ അനുഭവിച്ച് ഇനി ജീവിക്കുകയില്ല എന്ന് പോലും വിചാരിച്ച് എങ്ങനെ ജീവിക്കുമെന്ന് വിചാരിച്ചവർക്ക് ഇത് ഒരു പുതിയ വെളിച്ചമാണ്. ഒരു സൂര്യൻ ഉദിച്ചതുപോലെ അർദ്ധരാത്രിയിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ച് അല്ലെങ്കിൽ ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം തെളിഞ്ഞു കാണുമ്പോൾ എന്ത് ആശ്വാസമാവും, അതുപോലെ ആശ്വാസങ്ങൾ കണ്ടു തുടങ്ങും. ഈ ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദങ്ങളും ഈ തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അവർക്ക് ആരോഗ്യസ്ഥിതിയൊക്കെ ഒന്ന് മെച്ചപ്പെട്ട് യുവതികളായാലും യുവാക്കളായാലും മധ്യവയസ്കരായാലും കൊച്ചുകുട്ടികളായാലും അവർക്ക് ശ്രേയസ്സും യശസ്സും ഉണ്ടാകുക. പല വിധത്തിൽ മാനാപമാനങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രണയഭംഗങ്ങളും എല്ലാം വന്നു. അതൊക്കെ സഹിച്ച് ഇനി അതിൽ നിന്നെല്ലാം മാറി ഒരു ശ്രേയസ്സും യശസ്സും വരുവാൻ പോകുന്നു. ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. ഭാഗ്യസ്ഥാനത്ത് 5-ാമിടത്ത് വ്യാഴമുണ്ട്. എന്നിട്ടും അത് അനുഭവിക്കാൻ പൂർണ്ണമായ ഭാഗ്യം കിട്ടാത്തവരുടെ കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതെല്ലാം. ഞാനീ പറഞ്ഞ ഈ നക്ഷത്രങ്ങളെല്ലാം ആദ്യം മുതൽ കേൾക്കണം. എങ്കിലേ അവർക്ക് അത് പൂർണ്ണമായിട്ട് ഇവർക്ക് ഈ കാര്യങ്ങളെല്ലാം സാധിക്കും. ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങൾ ഈ എല്ലാ നക്ഷത്രക്കാർക്കും ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. കൂടാതെ തൊഴിൽ ലഭിക്കും. തൊഴിൽ രംഗത്തേക്ക് ശനിയുടെ ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികം, തൊഴിലിനനുസരിച്ച് ശമ്പളം കിട്ടാത്തവർക്ക് ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ തന്നെ ഉയർന്ന ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ അത് പ്രൊമോഷനോടുകൂടി ശമ്പള വർധന ഉണ്ടാകും. അതുപോലെ വന്നു ചേരുന്ന ധനം വിനിയോഗിക്കാൻ അറിയത്തില്ല. ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ആവശ്യമില്ലാത്ത രീതിയിൽ ചെലവാക്കി ആഡംബരത്തിന് വേണ്ടി 1000 രൂപയുടെ സാരി മേടിക്കേണ്ടടുത്ത് 10,000 രൂപയുടെ സാരി മേടിക്കുക. അങ്ങനെ അനവധി പിന്നെ റീസെയിൽ വാല്യൂ ഇല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക. ഭൂമിയാണെങ്കിലും വാങ്ങിച്ചു വിൽക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവും നടക്കുകയില്ല, വിൽക്കാനും പറ്റുന്നില്ല, പകുതി വില പോലും കിട്ടുകയില്ല. അങ്ങനെയൊക്കെ ദുരിതങ്ങൾ ഒരു തരത്തിലല്ല, സുഹൃത്തുക്കളെ കൊണ്ടും പലതരത്തിലുള്ള ദുഃഖങ്ങൾ. അതുപോലെ തന്നെ സഹോദരസ്ഥാനീയർക്ക് അസുഖങ്ങൾ പിടിച്ച് അവരിൽ നിന്ന് ചില ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടായിട്ടുള്ളവർ. അങ്ങനെ നോക്കുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ, എന്നും പ്രശ്നങ്ങൾ. സന്തോഷകരമായി ജീവിക്കേണ്ട ഇത്രയും ദീർഘകാലം പോയി. എങ്കിലും ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഒരു സുവർണ കാലമാണ്. സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.
പ്രധാനമായിട്ട് ശനി പ്രീതികരമായ കാര്യങ്ങൾ, ശനി ഒക്കെ വിട്ടുമാറിയാലും ദോഷങ്ങളൊന്നും കൂടാതെ മുമ്പോട്ട് പോകുന്നതിന് ശനി പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട്, ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ടും പ്രാർത്ഥിക്കുക. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ശനീശ്വരനെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് രേഖപ്പെടുത്തിയാൽ ഞാൻ അത് സാധിക്കുന്നതിന് വേണ്ടി എന്നാൽ കഴിയാവുന്ന രീതിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ജ്യോതിഷ കാര്യങ്ങൾ നോക്കുന്നതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ്.